വാടക ഹെലികോപ്റ്ററിന്റെ വിവരങ്ങൾ മറച്ചുവെച്ച് സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്തതിന്റെ ചെലവ് സംബന്ധിച്ച് കരാർ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തുവിടാൻ കഴിയില്ലെന്നാണ് വിവരാവകാശ അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പിന്റെ നിലപാട്. LDF സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്ററിന്റെ വാടക ഇനത്തിൽ ചെലവായതിന്റെ കണക്ക് പുറത്തുവിട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി VD സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര വിവാദമായതിനു പിന്നാലെ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുകയാണ് UDF സർക്കാർ. ദുരന്തമുഖത്ത് ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഉൾപ്പെടെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. പ്രളയകാലത്തും ഓഖി ദുരന്തകാലത്തും മുഖ്യമന്ത്രി ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിച്ച ഹെലികോപ്റ്ററിൽ 10-ലേറെ അവയവ കൈമാറ്റവും നടത്തിയിരുന്നു. ഹെലികോപ്റ്ററിന് വാടക ഇനത്തിൽ ചെലവായ തുകയും വാടക കരാർ സംബന്ധിച്ച വിവരങ്ങളും ഉൾപ്പെടെ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ച വിവരാവകാശ അപേക്ഷയിൽ ആഭ്യന്തര വകുപ്പ് മറുപടി നൽകിയിരുന്നു. ചെലവായ തുക സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു മറുപടി നൽകിയത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ നിലപാട് മാറ്റുകയാണ് ആഭ്യന്തര വകുപ്പ്. അവയവ കൈമാറ്റത്തിനായി എത്ര തവണ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ലഭിച്ച പുതിയ വിവരാവകാശ അപേക്ഷ ആഭ്യന്തര വകുപ്പ് തള്ളി. പോലീസിന്റെ രഹസ്യാത്മക വിഭാഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനാവില്ലെന്നാണ് അപേക്ഷകന് ലഭിച്ച മറുപടി. മുഖ്യമന്ത്രി VD സതീശന്റെ വിവാദ ഹെലികോപ്റ്റർ യാത്ര വീണ്ടും ചർച്ചയാകുമെന്ന ഭയമാണ് പോലീസിന്റെ നിലപാട് മാറ്റത്തിന് കാരണമെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു. പൊതുജനങ്ങൾ വീണ്ടും ഈ ഹെലികോപ്റ്റർ യാത്രയെ സംബന്ധിച്ചുള്ള ചർച്ച പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരും. അത് ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയായിട്ട് തന്നെ കാണണം ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിച്ച ഈ മറുപടി. ഇതിനു മുമ്പ് ഈ ഹെലികോപ്റ്ററിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം പല വിവരാവകാശ പ്രവർത്തകരും ഈ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ VD സതീശൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഹെലികോപ്റ്ററിനെ സംബന്ധിച്ച ഒരു വിവരവും പുറത്തുവിടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. LDF സർക്കാരിൻ്റെ കാലത്ത് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത് ധൂർത്തെന്നായിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ആക്ഷേപിച്ചത്. അതേസമയം ഒട്ടേറെ പേർക്ക് പുതുജീവൻ നൽകാനായി അവയവങ്ങളുമായി സർക്കാർ ഹെലികോപ്റ്റർ പറന്നെത്തുന്നതായിരുന്നു അന്ന് കേരളം കണ്ടത്. എന്നാൽ ഇതിൻ്റെയൊന്നും കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തറിയേണ്ടതില്ലെന്നാണ് UDF സർക്കാരിൻ്റെ നിലപാട്. കൈരളി ന്യൂസ്, കൊച്ചി.